ണമെങ്കിൽ ആ പെടലി പിന്നീട് കാണിച്ചു തരാം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ആ പെടലിക്ക് വേണ്ടിയുള്ള അന്വേഷണം CPM സംസ്ഥാന ഘടകം നടത്തുന്നുണ്ടാകും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. അത് വോട്ടുമറിക്കലിന്റെയും കാലുവാരലിന്റെയും കഥയാണ്. സംസ്ഥാനത്തൊട്ടാകെ CPI സ്ഥാനാർത്ഥികളെ CPMകാർ കാലുവാരി. RSPക്കാരും CPIക്കാരും അവരവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ CPMനെയും കാലുവാരി. CPMന്റെ വിമതർ സ്വന്തം വോട്ട് പിടിച്ചപ്പോൾ മറ്റു ചിലർ വോട്ടുകൾ മരവിപ്പിച്ചു. എല്ലാം കൂടി ചേർന്നപ്പോൾ CPMകാർ തോറ്റുപോയി. ഈ അന്വേഷണത്തിൽ ഇത്തരം ഉത്തരങ്ങൾ CPM കണ്ടെത്തുമോ എന്ന് കവർ സ്റ്റോറിക്ക് അറിയില്ല. യഥാർത്ഥ പോരാട്ടം ഇനിയാണ്. അന്തിമ യുദ്ധത്തിന്റെ ടെസ്റ്റ് ഡോസായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ്. 4 സീറ്റേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് CPM തോറ്റു എന്ന് സാധാരണക്കാർ കരുതും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് നേതാക്കൾ പറഞ്ഞു തരും. ഉത്തരവാദിത്വം ആരെപ്പറ്റിയാണ് എന്നാണോ പാർട്ടി പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും അതിനുശേഷം കൂടുന്ന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചർച്ച ചെയ്തെത്തുന്നുവോ അത് നിങ്ങളോട് പറയും. അതുവരെ നിങ്ങളെ ക്ഷമിച്ചിരിക്കുക. നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നെ കൊണ്ട് ചിരിക്കുന്ന ഇഷ്ടമല്ലല്ലേ? നിങ്ങൾക്ക് കരഞ്ഞിട്ട് പറയണല്ലേ? ശരി. Attention please, this is not the second part of 20th century. Dedication to the fancies coming right up to you. Dagar, Elias, Jackie, reloaded. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ എന്ന മട്ടിൽ ചിരിക്കുന്ന ചിരി കണ്ടാൽ അറിയില്ലേ ഇതൊരു വിജയമാണെന്ന്. കുറഞ്ഞപക്ഷം VSനെങ്കിലും. ഇതിന് നമുക്ക് വെടക്കാക്കി തനിക്കാക്കുക എന്നും പറയാം. വെടക്കായി, പക്ഷെ തനിക്കാവുമോ എന്ന് കണ്ടറിയണം. PDP ബന്ധവും ലാവലിൻ കേസുമാണ് പരാജയ കാരണം. ഈ നിലപാടുകളാണ് തിരിച്ചടിയായത് എന്ന് VS PBയെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം സംസ്ഥാന ഘടകം ആഴത്തിൽ ചർച്ച ചെയ്യുമത്രേ. ആഴത്തിൽ പരിശോധന നടത്തേണ്ട സംസ്ഥാന ഘടകത്തിന്റെ തലവൻ പിണറായി വിജയനാകട്ടെ ദേശീയ തരംഗത്തിന്റെ അലകൾ ഇവിടെ എത്തിയതും ഇടതിനെതിരെ മാധ്യമങ്ങൾ പ്രചരണം നടത്തിയതുമാണ് കാരണം എന്നും PBയിൽ പറഞ്ഞു. ഈ രണ്ടുപേരും ആഴത്തിലുള്ള പരിശോധന നടത്തി യഥാർത്ഥ കാരണം കണ്ടെത്തുമോ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിലൊരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും.
മാധ്യമങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്ന കോർപ്പറേറ്റ് താൽപര്യക്കാരാണെന്ന് CPM പറയും. പിണറായി വിജയനെയും അനുകൂലികളെയും എപ്പോഴും പിന്തുണച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതു മാത്രം എഴുതുകയും പറയുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മാധ്യമങ്ങളത്രേ. അല്ലാത്തവരെ ചീത്ത പറയും, കുറ്റപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും, വേണ്ടി വന്നാൽ തല്ലും. പക്ഷേ പുറത്തു പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ ശക്തിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഒരുപാട് പ്രവാചകർ വന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോ പ്രവാചകർ രംഗത്ത് വരുമല്ലോ. ഇന്നതാ വന്നിട്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നതാ സീറ്റെങ്കിലും തന്നിട്ടുണ്ട് കേട്ടോ. 5 സീറ്റ് തന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 5 സീറ്റ് എന്ന് പ്രവചിക്കാൻ ഇപ്പൊ ആള് വന്നിട്ടുണ്ട്. ആ 2004 തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലുള്ള അനേകം പ്രവാചകർ വന്നല്ലോ. ആ പ്രവാചകർ വന്നിട്ട് നടത്തിയ പ്രവചനം എന്തായിരുന്നു? 7 സീറ്റ് LDF, അല്ലെങ്കിൽ 8, ഏറി വന്നാൽ 9. തീർന്നു. വോട്ടെണ്ണിയപ്പോഴോ 20-ൽ 18. ഒരു സീറ്റ് ഞങ്ങൾ പരാജയപ്പെട്ടത് ചില്ലറ വോട്ടിന്. ഇപ്പൊ എന്താ പറയുന്നറിയോ? അത് കാര്യമില്ല, അത് 2004 ഒരു പ്രത്യേക സംഭവമായിരുന്നു. അപ്പൊ അതൊരു ഒറ്റപ്പെട്ടതാ, അതൊരു പ്രത്യേക കളത്തിലിട്ടാൽ മതി. ഒറ്റപ്പെട്ടതായിരുന്നു അത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഓരോ ദിവസവും ആഴ്ചയും മാസവും കഴിയുമ്പോൾ ഈ മുന്നണിയുടെ കൂടെ ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമായി വരികയാണ്. മുന്നണിയിലെ പിണക്കങ്ങളും പരസ്പരമുള്ള പരസ്യമായ കുറ്റപ്പെടുത്തലുകളും പോർവിളിയും ഒടുവിൽ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവും മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നു. സംഭവങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന മാധ്യമധർമ്മം നിറവേറ്റിയത് തെറ്റായോ? അവര് ജയിച്ച പാതി മീശ എടുക്കാമെന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ.